റോഡിലെ പരുക്ക് പറ്റി കിടന്ന് നിന്നെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ടാടി എനിക്കന്ന് എൻ്റെ എക്സാം എഴുതാൻ പറ്റാതായി പോയത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇനി ആദ്യം മുതൽ അടുത്ത വർഷം പ്രിലിംസ് എന്ന് ഓരോ പേപ്പറും ഞാൻ എഴുതണം. നീ കാരണം എൻ്റെ ഒരു വർഷം വേസ്റ്റ് ആയിപ്പോയി. എന്താ സാധാരണ ഒരു എക്സാം എഴുതാൻ പറ്റാത്തവനാണോടി നീ എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്താ സാധാരണ എക്സാമോ? നീ ഇത് നിസ്സാരമായിട്ടാ പറഞ്ഞേ. എക്സാം വേണോ വേണ്ടോ എന്നുള്ള പോരാട്ടാ നടക്കുന്നത്. എക്സാം എഴുതണമെങ്കിൽ 1000 കിലോമീറ്റർ യാത്ര ചെയ്യാതെ പറ്റില്ല. എക്സാം എഴുതുമ്പോഴും ഈ ഡ്രസ്സ് ഇടരുത് ആ ഡ്രസ്സ് ഇടരുതെന്ന് പറഞ്ഞ് ഇട്ട ഡ്രസ്സ് വലിച്ച് കീറി അപമാനിച്ചിട്ട് അവരകത്തേക്ക് കടത്തി വിടുന്നത് തന്നെ. എൻട്രൻസ് എക്സാമിൽ ഫെയിലായി എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പെൺകുട്ടികളെ തൂങ്ങി മരിക്കുന്നേ. നിനക്കൊക്കെ ഇത് തമാശയാണല്ലേ? എക്സാം എഴുതാൻ പറ്റാത്തപ്പോൾ പോലും നീ ചെയ്ത് തെറ്റാന്ന് എനിക്ക് തോന്നിയില്ല. എന്തോ അത് തമാശയായിട്ട് ഞാനും അതങ്ങ് തള്ളിക്കളഞ്ഞു. പക്ഷെ ഒരു ദിവസം എല്ലാം മാറി മറിഞ്ഞു. എന്താ അമ്മേ? ഒന്നുമില്ല മക്കളെ, അമ്മയ്ക്കൊരു തളർച്ച പോലെ. അതിങ്ങോട്ട് താ. ബസ് സ്റ്റോപ്പ് ഇത് അവിടെ അടുത്താ. വാ മോളെ. അമ്മേ അമ്മേ അമ്മ എന്താ പറ്റിയത്? എടാ മോനെ ഒന്നിങ്ങോട്ട് വന്നേ. അമ്മേ എഴുന്നേക്കമ്മേ. അയ്യോ എന്താ പറ്റി? തട്ടി വീണോ? എന്താ പറ്റിയെന്നറിയില്ല, പെട്ടെന്ന് തലകറങ്ങി വീണു. ഒന്ന് പിടിക്കാവോ? തണലത്തിരുത്താനാ. മോനെ നിന്റെ അമ്മയെന്ന് വിചാരിച്ചൊന്ന് സഹായിച്ചൂടെ? നിനക്ക് പുണ്യം കിട്ടും. അത് പിന്നെ ഏയ് ഇത് ശരിക്കും പ്രാങ്ക് ഷോ അല്ലേ? നിങ്ങളെ ക്യാമറയൊക്കെ എവിടെ വെച്ചേക്കുന്നേ? ആ കാറിന്റെ പുറകിലാണോ അതോ ആ മരത്തിന്റെ പുറകിൽ വല്ലാണോ വെച്ചേക്കുന്നത്? എടോ ആ കുട്ടിയുടെ അമ്മ ബോധം കെട്ട് കിടക്കുമ്പോഴാണ് നിന്റെ ഒരു ടി വി പ്രോഗ്രാം നമുക്ക് അങ്ങോട്ട് മാറ്റിയിരുത്താം. മാറി നിൽക്കടോ. ടി വി പരിപാടിയാ, ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള. ഇത് പറ്റിയൊരു പണിയാന്നേ. നീ വെള്ളം ഒഴിക്കേ. അമ്മേ അമ്മേ പ്രാങ്ക്. ഇറ്റ്സ് എ പ്രാങ്ക് ഷോ. ചുമ്മാതെ ചെയ്തു. ഇതൊരു പ്രാങ്ക് ഷോ. കാമിനി എന്തായത്? മതി മതി മതി. പ്രാങ്ക് ഷോ ആയത്. ചുമ്മാ 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 ചുമ്മാ. എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നേ? ചുമ്മാ അങ്ങോട്ട് നോക്കി തൊപ്പി തൊപ്പി എന്ന് പറഞ്ഞേ. ക്യാമറ ഉണ്ടോ? തിരിച്ച് തൊപ്പി 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 തൊപ്പി. ഗുഡ് ഗുഡ് ഗുഡ്. റിലാക്സ് റിലാക്സ്. മതി 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 മതി. ഓക്കേ ഓക്കേ. ഈ ലോകത്ത് ആരും ഒരു കുന്തോ സീരിയസ് ആയിട്ട് എടുക്കുന്നേ ഇല്ല. എല്ലാം തമാശയായിട്ട് എടുക്കുന്നേ. നമ്മുടെ ശരീരത്തിലെതേ ആകെ ഈ 2 പേരിന് മാത്രം ജോലി ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ ഞോണ്ടി ഞോണ്ടി ഏത് നേരം ഫോണിൽ മാത്രം. ഈ സോഷ്യൽ മീഡിയ സ്മാർട്ട് ഫോൺ ജനങ്ങളെ കോമാളിയാക്കി മാറ്റി. എന്തെങ്കിലും കിട്ടിയാൽ മതി പ്രാങ്ക് ചെയ്യുക, ട്രോൾ ചെയ്യുക, കളിയാക്കുക. അത് മാത്രമല്ല ഫേസ്ബുക്കിലെ ട്വിറ്ററിൽ മിക്കത് ഫേക്ക് ഐഡിയ. എന്തിനു വേണ്ടി അതൊക്കെ? ഐസ് ബക്കറ്റ് ചാലഞ്ച് എന്ന് പറഞ്ഞ് ബക്കറ്റ് മുഴുവൻ ഐസ് വെള്ളം എടുത്ത് കോരി തലേക്കം കാണിച്ചു കൂട്ടുന്നത് മനസ്സിലാവുന്നില്ല. ഡോക്ടറിന് പഠിക്കുന്ന മന്ദബുദ്ധി 10ാമത്തെ നിലയിൽ നിന്ന് നായ്ക്കുട്ടി എടുത്ത് താഴെയിട്ട് അത് വീഡിയോ എടുത്ത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. രസാണത്രേ. ഒരുത്തൻ ഓടി വരുന്ന ട്രെയിനിന്റെ മുന്നിൽ ചാടി സെൽഫി എടുത്ത് ചത്തുപോകുന്ന എന്തിനു വേണ്ടി? നാണം കെട്ട 4 ലൈക്സിനും കമന്റ്സിനും ഫോളോസിനും വേണ്ടി. മരിച്ചു കിടക്കുന്ന ആളുടെ കൂടെ എന്തിനാ സെൽഫി? ചോദിച്ച തമാശക്കാണ് പോലും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തമാശക്ക് കണ്ടു കണ്ട് ഓരോ വീട്ടിലും വളർന്നു വരുന്നത് ഒന്നിനും കൊള്ളാത്ത കൊച്ചുകുട്ടികളാ.